ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ചെറുനാരങ്ങ, അതുപോലെ ചെറുനാരങ്ങയുടെ തോടും ചെറുനാരങ്ങയുടെ കുരുവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴേക്കും തന്നെ അത് ചെറിയ രീതിയിൽ സൈഡിലൊക്കെ ബ്രൗൺ ആയിട്ട് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം ചെറുനാരങ്ങയൊക്കെ നല്ല വിലക്കുറവിലൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ 1 കിലോ ആണെന്നുണ്ടെങ്കിലും നമ്മളത് വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അതിനെ ഒരു അരിപ്പയിലോട്ട് അതിൻ്റെ നീര് മുഴുവനായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ നന്നായി തന്നെ പിഴിഞ്ഞെടുക്കുക. അതിലുള്ള സീഡ് വരെ നമ്മൾ കളയണ്ട. നമ്മളിതുപോലെ ഫുള്ളായി തന്നെ നമ്മളിത് ഈ ഒരു 1/2 കിലോളം ഉണ്ടാവും കേട്ടോ ഈ ഒരു ചെറുനാരങ്ങ. അതിനിപ്പോൾ നമ്മളത് അതിൻ്റെ നീര് മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു നീരുണ്ടല്ലോ ഇത് നമ്മളൊരു ഐസ് ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നമ്മളത് ഫ്രീസറിനകത്ത് വെച്ച് നമ്മൾ കുറച്ച് സമയം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ലപോലെ അത് കട്ടിയായി കിട്ടുമല്ലോ. അങ്ങനെ കട്ടിയായി കിട്ടിയതിന് ശേഷം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ നാരങ്ങ വെള്ളം കലക്കണം അല്ലെങ്കിൽ നാരങ്ങയുടെ എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ തന്നെ ഓരോന്നിലും ഫുള്ളായി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ട്രേ ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങ നീര് ഒഴിക്കാനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിനെ മുഴുവനായി ഒഴിച്ച് നമുക്കിതിനൊന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് വരാം കേട്ടോ. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ നമുക്കത് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ട്രെയിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഈ 2 സൈഡും പിടിച്ചൊന്ന് ജസ്റ്റ് തിരിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു ഐസ്, അതായത് ലെമണിൻ്റെ ആ ഐസ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനെ നമ്മൾ അങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിലാക്കി വെക്കാം. നമ്മളെപ്പോഴും ഫ്രീസറിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുമ്പോഴും ബോക്സിനകത്ത് വെക്കാതെ സിപ്പ് ലോക്ക് കവർ ഉണ്ടല്ലോ ആ കവറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഫ്രീസറിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ബോക്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് പോകത്തില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഐസ് ട്രേയിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കുക. അപ്പോൾ എന്തും നമ്മളിതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ഫ്രീസറിനകത്ത് കിട്ടാനായിട്ട് ഹെൽപ്പാക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുനാരങ്ങ സ്റ്റോർ ചെയ്യുമ്പോൾ മാസങ്ങളോളം നമുക്ക് വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ നാരങ്ങ കേട് വന്നിട്ട് നമുക്ക് ചീഞ്ഞു എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനും സാധിക്കും കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ ഈ ഒരു നാരങ്ങയുടെ കുരു ഉണ്ടല്ലോ ഈ കുരുവിനെ നമ്മൾ മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇത്രയും കുരു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ 2-3 വട്ടം ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ അതൊക്കെ മുഴുവനായിട്ട് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. നമുക്കിതിനെ വെയിലത്ത് വെച്ച് ഉണക്കണം എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇപ്പോഴത്തെ ആ ഒരു ചൂടും ഇതൊക്കെ കാരണം നമുക്കതിൽ ആ വെള്ളത്തിൻ്റെ ആ നനവ് ഫുള്ളായി തന്നെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ വെയിലത്തൊന്നും വെച്ചിട്ടില്ല. നമുക്കിതുപോലെ തന്നെ അതിൻ്റെ നനവ് മുഴുവനായി തന്നെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ കാസറോളൊക്കെ 1-2 കാസറോളൊക്കെ ഉണ്ടാവും. അതിൽ ചിലത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യും, ചിലത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഫ്ലാസ്കുകൾ, വാട്ടർ ക്യാന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതെ വെച്ചത് പിന്നെ നമ്മളൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ നാരങ്ങയുടെ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ നമ്മളിതുപോലെ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളെപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു മണം നമുക്ക് കിട്ടും കേട്ടോ. ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിന് മാത്രമല്ല നമ്മൾ ഈ ഒരു കുരു ഉണ്ടല്ലോ ഇത് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. ഇത് പക്ഷേ ഈ ഒരു സീഡിന് നല്ല കയ്പ്പാണ് എങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ. നമ്മൾ ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇതിന് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഈ ഒരു പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിക്കുക. അത് ഇത്തിരി ഒന്ന് വറ്റുന്നത് വരെ തിളപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് തേനോ എന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗറും അതുപോലെ പ്രഷറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. പക്ഷെ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല കയ്പ്പാണ് അതിന്.
പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സീഡ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ തേനീ ചാലിച്ചിട്ട് വളരെ കുറച്ചെടുത്തിട്ട് തേനീ ചാലിച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ വിരശല്യമൊക്കെ വന്നിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അവർക്ക് ഒരു 2 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വിരശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളിതുപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിരശല്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ടാൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ്. തേനും ആലോവേര ജെല്ലൊക്കെ കൂടെ ഇത് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ കൈയിൻ്റെ മുട്ടിലൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ സ്കിന്ന് കട്ടിയായിട്ട് നമുക്ക് ഡ്രൈ ആയിരിക്കുമല്ലോ, ആ ഭാഗത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു സ്കിന്ന് സോഫ്റ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ ഇപ്പോൾ നോൽമ്പ് സമയമൊക്കെ ആയത് കാരണം മിക്ക വീടുകളിലും ചെറുനാരങ്ങ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചൂടും ഒക്കെ ഉള്ളത് കാരണം നാരങ്ങ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സീഡ് നമ്മൾ കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അതേപോലെ തന്നെ നാരങ്ങയുടെ തോടുണ്ടല്ലോ, നമ്മൾ നേരത്തെ കുറച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തോടും ഇപ്പോൾ നമ്മൾ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ തോടും എല്ലാം കൂടി ചേർത്ത് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഈ ഒരു നാരങ്ങയുടെ തോട് മുങ്ങുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇത് കുറച്ചൊക്കെ ഉണങ്ങിയ തോടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രം, നല്ലോണം വേവിക്കല്ല, ഇതിൻ്റെ ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രം നമ്മളതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് നല്ല പോലെ തന്നെ 2 പിടി അളവിൽ കൈപ്പിടി അളവിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 5-10 മിനിറ്റും കൂടി അത് അങ്ങനെ ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അത് ശരിക്കും നന്നായി ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചുടുവെള്ളത്തിൽ തന്നെ അത് ഇരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ആ ഒരു നാരങ്ങയുടെ തോട് ഒന്നും കൂടെ സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പാക്കും. അതിനുശേഷം നമ്മളിതിനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ 1-2-3 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കത്രിക യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചെടുത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക, പിന്നെ നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതൊരു അരിപ്പയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് നമ്മളിതിനെ അരച്ചതിനെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാതും നമ്മളതിനെ 2-3 പ്രാവശ്യമായിട്ടാണ്, നിറച്ചും ഉണ്ടല്ലോ, അപ്പോൾ ഒരു 3 ട്രിപ്പായിട്ടാണ് നമ്മളിതിനൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലൊന്ന് അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം തീരെ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്നും കൂടെ ആക്കിയെടുക്കാം. പക്ഷേ ഇതിൽ കുറച്ചൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നീര് മുഴുവനായി എടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്നുകൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അതായത് നാരങ്ങയുടെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിതുപോലൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല, നമ്മൾ കല്ലുപ്പ് ചേർത്തിട്ടാണ് ഇതിനെ നമ്മളൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് വെറും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ സോപ്പ് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലിക്വിഡ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് പാത്രം കഴുകണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യം വരും. കാരണം അതിലുള്ള ആ ഒരു സോപ്പിൻ്റെ അംശം പോകണമെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം വേണം. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയത് കാരണം പല സ്ഥലത്തും നമുക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിഷ് വാഷ് ലിക്വിഡ് ഇതുപോലെ ഞാൻ ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡ് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ളതിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട് മുഴുവനായിട്ട് തന്നെ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. പാത്രം കഴുകാം, സിങ്ക്, വാഷ് ബേസിൻ, ബാത്റൂം, അതുപോലെ തന്നെ ക്ലോസറ്റ്, അതുപോലെ വീട് തുടയ്ക്കുന്ന സമയത്ത് ഇതൊരല്പം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വീട് തുടയ്ക്കാം. അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കണമെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു മണവും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നാരങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കുരുവും തോടും ഒന്നും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നല്ലൊരു ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞ് അതിൻ്റെ സീഡിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് പിന്നെ നമ്മൾ പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ശരിക്കും പറയണമെങ്കിൽ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്, ഒരു ആപ്പിൾ യൂസ് ചെയ്തിട്ട്.
അപ്പോൾ ഇതേ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമനുസരിച്ച് ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിയ സീഡ് അല്ലെങ്കിൽ സബ്ജ സീഡ് ഉണ്ടല്ലോ, കസ്കസ്, അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട്, ഞാൻ ഇവിടെ കസ്കസാണ്, കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കിത് ഒരെണ്ണം മതി കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും അത്താഴത്തിനാണെന്നുണ്ടെങ്കിലും അതൊന്നും അല്ല, ഇപ്പോഴത്തെ നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അത് കുടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമയേകുന്ന ഈ വേനൽ ചൂടിന് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.